ഹലോ ഗായ്സ്, നമ്മുടെ GTA 5 മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ ഗായ്സ്, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഷിൻചാനും ചോപ്പിനും നമ്മുടെ ഏതൊരാൾ കിഡ്നാപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു ലൊക്കേഷൻ തന്നിട്ട് നമ്മൾ ട്രെവറിനെ കൂട്ടി ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ആ സ്ഥലത്താണ് എത്തിയത്. നമ്മൾ ആ ട്രെവറിനെ നമ്മളവിടെ ബാക്കപ്പിന് വേണ്ടി നിർത്തിയേക്കണത് കേട്ടോ. എങ്ങാനും വല്ല പ്രശ്നം വരാണെങ്കിൽ ഡയറക്റ്റ് കൊല്ലാനുള്ള സ്കീമിൽ. അപ്പോൾ നമ്മുടെ ഇത് കിഡ്നാപ്പർ ഒരു 5 കോടിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ അത്ര പൈസ ഇല്ലാത്ത കാരണം നമ്മൾ വെറും കൈയോടെയായിട്ട് വന്നതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് ചോപ്പിനെയും ഷിൻചാനെയും കൊണ്ടുപോകാനുള്ള രീതിയിലാണ് നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇതാണ് ആ ലൊക്കേഷൻ. ആ വീടിൻ്റെ ബാക്കിലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവർ നിൽക്കണം. അപ്പോൾ ഇവനൊരു ടോ ട്രക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്തിനാണാവോ എന്നറിയില്ല. ചിലപ്പോൾ സൈഡായിട്ട് അറ്റാക്ക് ചെയ്യാനൊക്കെ ഇരിക്കും. എന്തിട്ടാണാവോ. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് ഇടയിൽ കൂടെ പോവാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം കേട്ടോ. അതെ, ഇവിടെ ആളിതേ തോക്കും പിടിച്ച് നിൽക്കണ്ട കേട്ടാ. അപ്പോൾ അതേ അവർ രണ്ട് കൽപ്പിച്ച് നിൽക്കണ കേട്ടാ. അപ്പോൾ നമ്മുടെ കയ്യിലും തോക്കുണ്ട്. അവനെന്താ വിചാരിച്ചേ നമ്മൾ എടുക്കാത്തതാട്ടാ. ദേ വലിയൊരു തോക്കും പിടിച്ച് നിൽക്കണേ. അപ്പോൾ അവൻ പറയണ പൈസ എവിടെയാണെന്നാട്ടാ പറയണേ. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം ഷിൻചാനും ചോപ്പിന് കാണിച്ചാൽ എന്നാലേ പൈസ തരല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് ഇവനാണെങ്കിൽ സമ്മതിക്കണില്ല കേട്ടാ. അമ്പിനും വില്ലിനും സമ്മതിക്കണില്ല ഇവൻ. എന്നിട്ട് നമ്മൾ പൈസ എടുക്ക് എന്നാലേ കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളതേ തോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളതേ പറഞ്ഞ് മനസ്സിലാക്കാണ്. ആദ്യം ഷിൻചാനും ചോപ്പിനും കാണിക്കുക, എന്നാലാണ് പൈസ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇയാളാണ് പറയുകയാണെങ്കിൽ ഇയാൾ പറയാണ്, നീ ആദ്യം പൈസ തന്നില്ലെങ്കിൽ ഞാൻ ആദ്യം അവർ കൊല്ലുമെന്ന് പറയുന്നത് നമ്മളെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ. അപ്പം നമുക്കാണെങ്കിൽ വേറെ വഴിയില്ല, നമ്മുടെ കയ്യിൽ പൈസയില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയില്ല. നമുക്ക് എന്തായാലും ചോദിച്ചോക്കാം എവിടെയാണ് കാര്യങ്ങളുള്ളതൊക്കെ, എന്നാലും പൈസ തരണോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇതാക്കി സെറ്റാക്കി വെക്കാട്ടോ. അപ്പോൾ ഗേസ്, നമ്മുടെ ട്രെവറണ്ണൻ കുറേ നേരമായി നമ്മുടെ സൂം ചെയ്ത് നമ്മളെ ചെക്ക് ചെയ്യാട്ടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതേ കിഡ്നാപ്പർ അതേ തോക്കും കാര്യങ്ങളൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഉയർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ട്രെവറണ്ണൻ അതേ നമ്മുടെ കിഡ്നാപ്പറെ വെടി വെച്ച് കൊന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ട്രെവറണ്ണന് എന്തോ സംശയം തോന്നിയിട്ട് വെടി വെച്ച് കൊന്നതാന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മളിനി എങ്ങനെ നമ്മുടെ കിഡ്നാപ്പർ എടുത്ത് എവിടെയാണെന്ന് എങ്ങനെ അറിയാം? നമുക്ക് ശരിക്കും പണി പാളിയിട്ട്. അതേ നമ്മുടെ ട്രെവറണ്ണൻ പറഞ്ഞു ഇതിനെ കൊല്ലാൻ നോക്കിയതാണോ എന്ന്. എൻ്റെ കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ട്രെവറണ്ണൻ വിചാരിച്ചു നമ്മുടെ കയ്യിൽ തോക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതേ നമ്മൾ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കിഡ്നാപ്പറിനാണെങ്കിൽ നമ്മുടെ ട്രെവറണ്ണൻ കൊല്ലുകയും ചെയ്തു. നമ്മളിനി എന്ത് ചെയ്യുന്ന അറിയില്ല. അയാളെ ഹെഡ് ഷോട്ട് കിട്ടുന്നതിന് മുമ്പേ തന്നെ ഹെലികോപ്റ്റർ എന്തോ പറഞ്ഞു കേട്ടാ. അപ്പോൾ അതെന്തോ കോഡാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ കാരണം നമ്മുടെ ട്രെവറെന്നൊക്കെ ചോദിക്കാം, ഇവിടെ അടുത്തെങ്ങാനും വല്ല ഹെലികോപ്റ്റർ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ ട്രെവറെണ്ണം പറയണത് ഇവിടെ ഹെലികോപ്റ്റർ ഒന്നും ഇവിടെ അടുത്ത് വരണുണ്ട്, അത് വേറെ എന്തിനും യൂസ് ചെയ്യുന്നതാണ്, അത് എന്തിനാണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ വേറെ ഉള്ളത് ലോസ് ആൻഡോസ് എയർപോർട്ടിലാണ് ഹെലികോപ്റ്റർ ഉള്ളത്. എയർപോർട്ടിലായിരിക്കില്ല ഹെലികോപ്റ്ററൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് മെയിൻ സ്ഥലത്താണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്തുണ്ട്, അത് അടുത്താണ്. പക്ഷെ അവിടെ ഹെലികോപ്റ്റർ ഉണ്ടായാലും ഇയാൾ എന്താണോ ഹെലികോപ്റ്റർ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അവൻ പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് കാറും ബോട്ടായിട്ട് പോകാൻ പറ്റില്ല, എന്തായാലും ഹെലികോപ്റ്റർ അല്ലെങ്കിൽ പ്ലെയിനായിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയാനാട്ടാ. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുന്ന അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈവറിനെ നമുക്കൊരു സ്പോട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അടുത്തൊരു ഹെലികോപ്റ്റർ ഉള്ള കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്ക് തന്നെ പോകാട്ടോ. നമ്മൾ നേരത്തെ ബാക്കിലത്തെ ഡോർ അടയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ അതേ തന്നെ അടഞ്ഞു കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ സാധനം അടഞ്ഞു. ഇനി ഇറങ്ങി അടയ്ക്കാനുള്ള മടിക്ക് പോയതാട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡ്രൈവർ പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകാട്ടോ. അപ്പോൾ നമ്മുടെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ വീണ്ടും പറയാട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്നാലും നമ്മുടെ ലെസ്റ്റർ കുട്ടൻ നമ്മളെ ചതിച്ചല്ലേ. നമുക്ക് ലെസ്റ്ററിനായിരുന്നു ആകെ ഒരു പ്രതീക്ഷ. അവൻ ഇങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് നമ്മൾ പോയി പരിപാടി കഴിയലായിരുന്നു പരിപാടി കേട്ടോ. അപ്പോൾ നമ്മുടെ ലെസ്റ്ററിനാണെങ്കിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി. അപ്പോൾ നമ്മളാകെ ട്രെവറിനായിരുന്നു നമുക്ക് ഹോപ്പുള്ളത്. അപ്പോൾ നമ്മൾ ട്രെവറിനും കൂട്ടി വന്നു കേട്ടോ. ഓക്കെ ഗൈസ്, ദേ ഇതാണ് നമ്മൾ ട്രെവർ പറഞ്ഞ ലൊക്കേഷൻ കേട്ടോ. ദേ ഇവിടെയാണ് ആ ഹെലികോപ്റ്റർ ഉള്ളത്. ആ മണ്ടയിൽ ഹെലികോപ്റ്റർ കണ്ട. അപ്പം ഇനി അയാൾ പറഞ്ഞ കോഡ് ഇതാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും അടുത്ത് ചെന്ന് നോക്കാം. നമുക്ക് ഇനി ഇയാൾ തന്നെയാണാവോ, നമ്മുടെ ട്രെവറെണ്ണം പോയി ചോദിക്കാവോ? ട്രെവർ ചോദിക്കുന്നില്ല, നമ്മൾ തന്നെ പോയി ചോദിക്കേണ്ടി വരും തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പോയി ചോദിക്കേണ്ടി വരും, ട്രെവർ ചോദിക്കുന്നു തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ നമ്മുടെ ഈ ഹെലികോപ്റ്ററിലെ ആളുടെ അടുത്ത്, പൈലറ്റിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മളതേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇയാൾ പറയുന്നത് മറ്റേ ഈ സ്കൈ ഡൈവിംഗ് ഒക്കെ ഇല്ലേ, അതിന് യൂസ് ചെയ്യണ ഹെലികോപ്റ്ററാണെന്നാണ് പറഞ്ഞിട്ടത്.
കിഡ്നാപ്പിങ്ങിൻ്റെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നൊന്നല്ല. താങ്കൾ ഇതിനെ പറയണത് എനിക്ക് മനസ്സിലാവില്ല. വല്ല പോലീസിന് കേസ് കൊടുക്കാനാണ് ഇയാൾ പറയണേട്ടാ. അപ്പോൾ ഇയാൾക്ക് ഇതായിട്ടൊരു ബന്ധമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു കൺട്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പേരിൽ. അപ്പോൾ നമുക്കാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഷിൻചാനെയും ചോപ്പിനെയും കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ഒരു കാറൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി കാറിലുണ്ടാവാമോ? പക്ഷെ കാറിലൊന്നും ആരും കാണാനില്ല കേട്ടോ. അതേ കണ്ട കാർ ഫുൾ എംറ്റിയാണ്. നമ്മുടെ ഷിൻചാനെയും ചോപ്പിനെയും നമുക്ക് കാണാണ്ട് നമുക്കൊരു ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മുടെ കയ്യിലാണെങ്കിൽ പൈസ കൊടുത്താൽ അവർ കിഡ്നാപ്പ് ചെയ്ത് തിരിച്ച് തരുമോയെന്ന് തരുമോയെന്ന് എനിക്കറിയില്ല. അവർ മിക്കവാറും പൈസ കൂടുതൽ ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ വേറെ പൈസ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇനി പോവാം. നമുക്കിനി എന്തായാലും സൂത്രം ചെയ്യാം. നമുക്കിനി ലോസ് ആൻഡോസിലുള്ള എയർപോർട്ടിലേക്ക് പോകട്ടെ. ഇനി അത് മാത്രം ഒരു രക്ഷയുള്ളൂ. അയാളൊരു ഹിൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഹെലികോപ്റ്റർ എന്നുള്ളത്. പക്ഷെ അത് എന്തിട്ട് സംഭവം എന്നറിയില്ല. അവർ എൻ്റെ ഗേറ്റ് തുറക്കാൻ കുറച്ച് താമസമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പെട്ടു ഇതേ ഇവിടെ ഹെലികോപ്റ്ററുകളൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യുന്ന അറിയില്ല. നമ്മളാണെങ്കിൽ ആകെ ഡെസ്പായി പോയി. നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ ഇതിന് വേണ്ടി അന്വേഷിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഒരു നീല കാർ ഇരിക്കണ്ടല്ലോ. നമുക്ക് കാർ എക്സ്ചേഞ്ച് ചെയ്യാട്ടോ. ഈ കാർ ഓടിച്ചോടിച്ച് മതിയായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതേ ഈ നീല കാർ എടുത്ത് പോയി. കാറിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ഒന്നെങ്കിലും നമ്മുടെ കൺട്രിയിലേക്ക് നമുക്ക് പോയാലോ, അല്ലാണ്ട് വേറെ രക്ഷയില്ല കേട്ടോ. നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ലെസ്റ്റർ കുട്ടൻ്റെ അടുത്ത് നമുക്കൊന്ന് പോവാട്ടോ. അന്നേരം നമുക്ക് കാര്യങ്ങൾ പറയാം, നമ്മളിങ്ങനെ പോയി എന്നുള്ളതൊക്കെ. പക്ഷെ നോക്കിയിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയാട്ടോ. നമുക്കാണെങ്കിൽ പോലീസുകാർ കേസ് കൊടുത്താൽ വലിയ കാര്യമൊന്നുമില്ല. അവർ അന്വേഷിച്ച് പിടിച്ചു വരുമ്പോഴേക്കും അവരുടെ കാര്യത്തിൽ തീരുമാനമാവും കേട്ടോ. അതേ അവർ അൺനോൺ കോള് വീണ്ടും വിളിക്കണ്ടല്ലോ. അപ്പോൾ എന്തിനാ നോക്കാട്ടാ. ഓക്കെ ഗൈസ്, അവർ പറയുന്നത് നിങ്ങളെന്തിനെ ഞങ്ങളുടെ ആളെ കൊന്നേന്നാണ് പറയുന്നത് കേട്ടോ. എന്നാൽ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊന്നതല്ല, വേറെ ആളെങ്ങനെ കൊന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കിഡ്നാപ്പർ അത് വിശ്വസിച്ചു കേട്ടോ. അപ്പോൾ കിഡ്നാപ്പർ പറയണത് ശരിയായിരിക്കും, ഞങ്ങൾക്ക് കുറേ എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല, നിങ്ങളുടെ പൈസ എവിടെയാണെന്ന് ചോദിച്ചു. ഒരു പൈസ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും ഭാഗ്യമായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കിഡ്നാപ്പറിനെ കൊന്നേന്ന് വെച്ചിട്ടുള്ള ടെൻഷനിലായിരുന്നു നമ്മൾ കേട്ടോ. അപ്പോൾ കിഡ്നാപ്പർ അയാളല്ലായിരുന്നു, അയാളുടെ ഒരു ഗഡി എന്ന് വെച്ചാൽ ഒരു വേലക്കാരനായിരുന്നു കേട്ടോ അത്. പക്ഷെ അത് നമുക്ക് പണി പാളി. ഇയാളാണെങ്കിൽ എവിടെയൊന്നും പറയണമില്ല. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുന്ന അറിയില്ല. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ലെസ്റ്റർ കൂട്ടൻ്റെ അടുത്ത് പോകാട്ടോ. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്ത് പോയി നമുക്ക് കാര്യങ്ങൾ പറയാം. ഇനി എന്താ ചെയ്യാന്നുള്ളത് നമുക്കിനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇതേ ലെസ്റ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അവിടേക്ക് കയറാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് പോവാണ്. ഇനി എന്തായാലും വേറെ ആരും മോഷ്ടിക്കില്ലാന്ന് വിചാരിക്കണം, നമ്മളെ മോഷ്ടിച്ചോണമെന്ന വണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്ററുടെ ഇത് കാര്യം പറയാൻ, അല്ലാണ്ട് വേറെ രക്ഷയില്ല കേട്ടോ. അപ്പോൾ ലെസ്റ്റർ എന്നിട്ട് പറയുന്നുണ്ടോ നമുക്കൊന്ന് നോക്കി നോക്കാം. ലെസ്റ്ററാണല്ലോ ഇതിൻ്റെയൊക്കെ ഐഡിയാസൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്ററുടെ അടുത്ത് പോയി പറയാം കേട്ടോ. ഓക്കെ, ലെസ്റ്ററിനാണെങ്കിൽ കുറേ ഇത്ര നേരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ലൊക്കേഷനെ പറ്റിയിട്ട്. പക്ഷേ ലൊക്കേഷൻ കിട്ടണമില്ല. അപ്പം നമ്മുടെ ഒരു ഹിൻഡ് കിട്ടിയ കാര്യം നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്ത്. അപ്പോൾ ആള് ഹെലികോപ്റ്ററിൻ്റെ ഇത് പറഞ്ഞപ്പോൾ ആൾ ആലോചിച്ചു, ഇനി അവർ ഹെലികോപ്റ്ററിൻ്റെ അകത്താണോ ഇനി അല്ല അടുത്താണോ എന്നാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ സംശയം ഉണ്ടോ. അപ്പം നമ്മുടെ ലെസ്റ്ററാണെങ്കിൽ നമ്മളത് ഇനി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ നമ്മുടെ ലെസ്റ്റർ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കിപ്പോൾ വേറെ ഹിൻ്റൊന്നും ഇല്ലാത്ത കാരണം ആകെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമുക്കൊരു സൂത്രം ചെയ്യാമെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറയണത്. നമ്മുടെ ലോസ് ആൻജലസുള്ള എല്ലാ ഹെലികോപ്റ്ററും എവിടെയാണ് എന്താണ് കാര്യങ്ങൾ മൊത്തം ഇവിടെ ഇരുന്നു കൊണ്ട് അവന് കിട്ടും കേട്ടോ. കാരണം ക്യാമറയും കാര്യങ്ങളൊക്കെ അവന് ഹാക്ക് ചെയ്ത് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ ലെസ്റ്റർ കൂട്ടം നമ്മുടെ അടുത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും അത്ര നേരം നമുക്ക് പുറത്ത് പോയി നിൽക്കാം. നമ്മുടെ ട്രെവറും കൂടി വല്ല ഐഡിയാസും നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ട്രെവറിനും കൂട്ടി പുറത്ത് പോയി നിന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളിത് അങ്ങനെ കുറേ നേരത്തെ പ്ലാനിന് ശേഷം നമ്മുടെ ലെസ്റ്റർ ഇതേ അകത്തേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ ആണെങ്കിൽ ഇതേ ലൊക്കേഷനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ഹെലികോപ്റ്റർ ഇപ്പം നമ്മളെ ലോസ് ആൻഡോസിൽ ഇല്ല എന്നാണ് പറയണത്. എല്ലാം ഹെലികോപ്റ്റർ ഇപ്പോൾ മറ്റേ ഫിറ്റ്നസ്സിന് എന്തോ ടെസ്റ്റിന് വേണ്ടി കയറ്റിക്കാന്ന് പറയണേ. പക്ഷെ ഒരു ഹെലികോപ്റ്റർ മാത്രം വെസ്റ്റ് സൈഡിലേക്ക് മാത്രം എന്തോ പോയിട്ടുണ്ടെന്ന് പറയണേ. അതൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയണേ. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മിക്കവാറും തോന്നുന്നുണ്ട് ആ ഹെലികോപ്റ്റർ തന്നെയാണ് എനിക്ക് ഷിൻചാനും ചോപ്പും ഉള്ളത്. അപ്പോൾ നമ്മുടെ വെസ്റ്റിൽ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാലേ നമ്മുടെ കൺട്രിയും അവിടെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ കൺട്രിയും വെസ്റ്റ് സൈഡിലാണ് ഉള്ളത്. അത് നമുക്ക് വല്ലാത്തൊരു ഐഡിയ ആയി പോയി. നമ്മുടെ ഷിൻചാനും ചോപ്പിനും ഇവർ കിഡ്നാപ്പ് ചെയ്ത് ബുദ്ധിപൂർവ്വം നമ്മുടെ കൺട്രിയിലേക്ക് പോയിട്ടാ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ വേറെ പ്ലെയിനും ഹെലികോപ്റ്ററും ഒന്നും ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മറ്റേ ടെസ്റ്റിന് എന്തോ കാര്യങ്ങൾ കയറ്റിക്കാന്ന് പറഞ്ഞു.
ഒറ്റ ഹെലികോപ്റ്ററും ഇന്ന് ഓടാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ആ ഹെലികോപ്റ്റർ ഇങ്ങനെ ഓടിയെന്ന് അറിയില്ല കേട്ടാ. അപ്പോൾ അവരുടെ പ്ലാനിങ് എന്തായാലും കൊള്ളാട്ടാ. എനിക്ക് തോന്നുന്നു അത് വെച്ച് നമ്മുടെ കൺട്രീനെ അവർക്ക് വില വേഷനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുന്നറിയില്ല, നമ്മളിനി എങ്ങനെ പോകുന്നുള്ളതാണ് സംശയം കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടു. നമുക്ക് എന്തായാലും കാർ ഓടിച്ച് പോകാൻ പറ്റില്ല. മറ്റേ ഷിപ്പിനെ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും 2-3 ദിവസം പിടിക്കും എന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ട്രെവർ പറയണത് നമുക്ക് നോക്കി നോക്കാമെന്നാണ് പറയണേ. നമുക്ക് എന്തായാലും വേറെ വല്ല മാർഗം ഉണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ വിഷയമില്ല. അപ്പോൾ ലെസ്റ്ററും പറയുന്നുണ്ട് എന്തായാലും അവർ ആ ഹെലികോപ്റ്ററിലായിരിക്കുള്ളൂ, കാരണം എല്ലാ ഹെലികോപ്റ്ററും അവിടെ ഇല്ല എന്നൊക്കെയാണ് പറയണത്. കാരണം ഒരു ഹെലികോപ്റ്റർ മാത്രമാണ് അവരുടെ റേഞ്ചിൽ അറിയാണ്ട് പോയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ. അപ്പോൾ നമുക്ക് ഇത്രയുള്ള ഗായ്സ് വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഷിൻചാനും ചോപ്പിനും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുപിടിക്കുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. ശരി എന്നാൽ ബൈ ബൈ.